വളാഞ്ചേരി നഗരസഭയ്ക്ക് കീഴിൽ 3 സർക്കാർ സ്കൂളുകളാണ് പ്രവർത്തിച്ചു വരുന്നത്. സ്വകാര്യ സ്കൂളുകളോട് കിടപിടിക്കുന്ന തരത്തിൽ ഈ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, പ്രൊജക്ടറുകൾ, കെട്ടിടങ്ങളുടെയും മറ്റും അറ്റകുറ്റപ്പണികൾ, പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം, മുറ്റം നവീകരണം, കുട്ടികൾക്ക് കളി ഉപകരണങ്ങൾ വാങ്ങി നൽകൽ, ടോയ്ലറ്റ് നിർമ്മാണം, ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തൽ, അടുക്കളയിലേക്ക് ആവശ്യമായ പാത്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഉറപ്പുവരുത്തി. സ്ഥലലഭ്യത ഇല്ലാത്തതിനാൽ കഷ്ടപ്പെട്ടിരുന്ന കാട്ടിപ്പരുത്തിയിലെ സർക്കാർ സ്കൂളിന് ഇന്ന് സ്വന്തമായി സ്ഥലം ലഭ്യമാകുകയും കെട്ടിട നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് 20 കുട്ടികൾ മാത്രം പഠിച്ചിരുന്ന മൂച്ചിക്കൽ പ്രവർത്തിച്ചിരുന്ന വളാഞ്ചേരി GLP സ്കൂൾ അൺഇക്കണോമിക്കായി കണ്ട് അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നു. എന്നാൽ ഇന്ന് ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം അൺഎക്കണോമിക് സ്കൂൾ എന്ന ആ മോശം പദവിയിൽ നിന്ന് എക്കണോമിക് സ്കൂൾ ആയി മാറാൻ സാധിച്ചത് ഇതിൻ്റെ ഒക്കെ പിറകിൽ മുനിസിപ്പാലിറ്റിയുടെ വളരെ ശക്തമായ ഇടപെടലുകളുണ്ടായിരുന്നു. നഗരസഭയിലെ സ്വകാര്യ സ്കൂളുകളും വിദ്യാഭ്യാസ കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കുന്നതുകൊണ്ട് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ലഭ്യമാക്കാനും നഗരസഭ മടി കാണിച്ചില്ല. SSLC വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി നഗരസഭ വിജയതീരം പദ്ധതി ആരംഭിച്ചു. അതുവഴി കഴിഞ്ഞ വർഷം SSLCക്ക് 120A+ നേടാനും 100% വിജയം കൈവരിക്കാനും വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് ഈ വിജയം നമുക്ക് വളാഞ്ചേരിയിൽ തുടരേണ്ടതില്ലേ? കൂടുതൽ കരുത്തോടെ ഇച്ഛാശക്തിയോടെയും മുന്നോട്ട് പോകേണ്ടതില്ലേ? തീർച്ചയായും വേണം. അതിന് നിങ്ങളുടെ വോട്ടുകൾ UDF സ്ഥാനാർത്ഥികൾക്കായിരിക്കട്ടെ.